ഞങ്ങളെ കണ്ടപ്പോഴേ അവൻ പരിഹാസത്തോടെയാ സംസാരിച്ചത്. അച്ഛൻ ചോദിച്ച സ്ത്രീധന തുക കുറഞ്ഞു പോയെന്നും അതിലും ഇരട്ടി അവനെ കിട്ടണമെന്നാ ഞങ്ങളോട് പറഞ്ഞത്. അവൻ പറഞ്ഞതെല്ലാം എനിക്കിവിടെ അങ്ങനെ പറയാൻ പറ്റില്ല ബാനു. എങ്കിൽ പിന്നെ വിട്ടേക്ക് ഭാവന. അവന് ഭാനുവിനൊക്കെ ഞാൻ വലുത് പണമാണെങ്കിൽ അവന് കൊടുക്കാൻ ഈ വീട്ടിൽ പെണ്ണില്ല. ഇത് കരുതിക്കൂട്ടി അച്ഛനും മകനും കൂടി പ്ലാൻ ചെയ്തിട്ടാവും സംസാരിച്ചതമ്മേ. ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ അവൻ വിഷമാണെന്ന്. അണലിക്കുണ്ടാവുന്നതാ അണലി തന്നെയല്ലേ. ബാനു, അവനോട് എന്താണ് പറയേണ്ടതെന്ന് പോലും എനിക്കറിയില്ലായിരുന്നു. അത്രയ്ക്ക് നിലവാരമില്ലാത്ത സംസാരമായിരുന്നു അവന്റേത്. എന്നെയും സൂര്യ അവൻ അങ്ങനെ അധിക്ഷേപിച്ചത്. എന്താ ചേച്ചിക്ക് കൈയില്ലായിരുന്നോ അവന്റെ കരണൊടിച്ച് പൊട്ടിക്കാൻ? ചേച്ചി ഏട്ടനെ അധിക്ഷേപിക്കാൻ അവനാരാ? ബാനു, ഞാൻ കാര്യമായിട്ടാ ചേച്ചി പറയുന്നത്. അവൻ എന്നെക്കാട്ടിലും വലുത് എന്റെ പണമാണെങ്കിൽ പിന്നെ എനിക്കെന്തിനാ അവനെ വേണം? എന്റെ ചേച്ചിയോട് ധിക്കാരം കാണിക്കാൻ മാത്രം അവൻ വളർന്നിട്ടില്ല. മതി ചേച്ചി, ഈ ആലോചന ഇവിടെ അവസാനിക്കട്ടെ. ഇനി അവനോട് പെരുമാറേണ്ടത് എങ്ങനെയാണെന്ന് എനിക്കറിയാം. മതി മോളെ, നിന്റെ ഈ ഒരു തീരുമാനം മാത്രം മതി. ഇനി ഞാൻ നോക്കിക്കോളാം. അവനെ നീ ഇനി കാണാതിരുന്നാ മാത്രം മതി. അവനെ ഞാൻ എന്തിനാ ചേച്ചി പേടിച്ചിരിക്കുന്നത്? എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോ ഒരു മാന്യനാണെന്ന് തോന്നി. പക്ഷെ അവന്റെ മനസ്സ് ഇങ്ങനെയാണെന്ന് ഞാൻ അറിഞ്ഞില്ലല്ലോ. പെൺകുട്ടികളായ ഇതുപോലെ വേണം. ഇതുപോലെ പ്രതികരിക്കാൻ കഴിവുള്ള പെൺകുട്ടികൾ ഉണ്ടായാൽ മതി. അവനെ പോലുള്ളവരെ മുട്ടുമടക്കാൻ. അവനെ അങ്ങനെ അങ്ങ് വെറുതെ വിട്ടാ പറ്റില്ലല്ലോ ഭാവനെ. വെല്ലിച്ച, എന്റെ അഭിപ്രായം അത് തന്നെയാ. അവന്റെ കൈയും കാലും തല്ലി ഓടിക്കണം. എന്നിട്ട് വേണം നിന്നെ സ്റ്റേഷനിൽ നിറക്കാൻ വേണ്ടി ഇവള് കയറി ഇറങ്ങാൻ. എന്തായാലും അവനങ്ങനെ വെറുതെ വിടല്ലേ ചേച്ചി. സ്ത്രീധനം ചോദിച്ചതിന് പിടിച്ചകത്തിടണം. ഭരത്തേട്ടൻ വരട്ടെ, അവനെ കൈയോടെ പൊക്കാൻ പറയാം. ഏയ്, അതൊന്നും വേണ്ട. ഇനി അവന്റെ നീക്കം എന്താണെന്ന് ഞാൻ നോക്കട്ടെ. എന്തായാലും ഇപ്പൊ തന്നെ ഈ വിവരം അവൻ അച്ഛനോട് പറഞ്ഞിട്ടുണ്ടാവും. അവരടുത്ത വഴി നോക്കുകയും ചെയ്യും. ഇതിന്റെ പിന്നിൽ ഇനി മറ്റെന്തെങ്കിലും ലക്ഷ്യം മോഹൻ ഉണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട് ഭാവനെ. ഇല്ലെങ്കിൽ പിന്നെ വർഷങ്ങൾക്ക് ശേഷം അവൻ എന്തിനാ ഇങ്ങനൊരു നാടകവുമായിട്ട് ഇവിടേക്ക് വന്നത്? വല്യച്ഛൻ പറഞ്ഞത് തന്നെയാ ശരി. ഒന്നെങ്കിൽ ഇത് അമ്മയോടുള്ള പക പോക്കൽ, അല്ലെങ്കിൽ മറ്റെന്തോ ലക്ഷ്യമുണ്ട്. എന്തായാലും നമ്മളത് കണ്ടുപിടിക്കും. വിട്ടേക്ക് മോളെ, ഇതൊക്കെ ഇവിടെ അവസാനിപ്പിക്കേ. ഇവിടെ കോടീശ്വരന്മാരെ ഒന്നും വേണ്ട. സമയാവുമ്പോ എന്റെ കുഞ്ഞിനെ എങ്ങനെ കെട്ടിക്കണമെന്ന് നമുക്കറിയാം. എത്ര ബുദ്ധിയോടെ അവര് ഇതുവരെ നമ്മളോട് പെരുമാറിയത്. ചേച്ചി, ഈ ചാപ്റ്ററിന് ഇവിടെ അവസാനിക്കട്ടെ. എനിക്കിനി ഈ കല്യാണം വേണ്ട.
പറഞ്ഞിട്ടുണ്ടല്ലോ എന്റെ വാഷ്റൂം യൂസ് ചെയ്യരുതെന്ന്. ഹ, അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ മനസ്സാ? പിന്നെ ഞാൻ വേറെ ആരുടെ റൂമിലാ പോവാ? എനിക്കറിയണ്ടത്. എന്റെ മുറി കയറാൻ പാടില്ല. ആഹാ, അങ്ങനെയാണോ? എന്നൊന്ന് അറിയണമല്ലോ. ഇവിടെ കിടക്കാൻ പറ്റുന്നേ ഞാനൊന്ന് നോക്കട്ടെ. ഇറങ്ങി പോടാ. ഇല്ലെങ്കിലോ? ഇല്ലെങ്കിൽ ഞാൻ എല്ലാരും വിളിച്ച് ബഹളം ഉണ്ടാക്കും. ഒരു കാര്യമില്ല. ഇത്തിരി വളഞ്ഞ വഴി ഉപയോഗിച്ചിട്ടാണെങ്കിലും ഞാനും താനും തമ്മിൽ നല്ല ബന്ധത്തിലാണെന്നാ ഇവിടെ എല്ലാവരുടെയും വിശ്വാസം. ഇറങ്ങടാ. ആ, ഇനി താനായിട്ട് ആ വിശ്വാസം ഇല്ലാതാക്കണ്ട. അങ്ങനെ എനിക്ക് ആരുടെയും വിശ്വാസം വേണ്ട. മര്യാദയ്ക്ക് ഇറങ്ങ്. ഇറങ്ങ്. ഓ ഇല്ല. അല്ല, തനിക്ക് വേണമെങ്കിലേ ഇവിടെ കിടക്കാം. ഇറങ്ങടോ അങ്ങോട്ട്. വാടോ. കയ്യിൽ വിട്. ഇറങ്ങ്. അയ്യോ, കാല് പിടിക്കല്ലേ, കാല് പിടിക്കല്ലേ. ഇറങ്ങ്. ഇങ്ങോട്ട് ഇറങ്ങാൻ. ഓ, ഇറങ്ങ്. എന്തേ കാണിക്കുന്നേ? ഇറങ്ങ്. 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 മാനസാ. പോ. ഇറങ്ങിപ്പോ. ഇറങ്ങിപ്പോ. എങ്ങോട്ടാന്ന് വെച്ചപ്പോ എന്നോട് ഇങ്ങനെയൊന്നും കാണിക്കരുത്. പറഞ്ഞേ. പോ. ഒന്ന് പറയണ്ട. ഇറങ്ങി വാ. എന്റെ മാനസം നിനക്ക് എന്താണെന്ന്? ഇറങ്ങി വാ ഇങ്ങോട്ട്. ഇങ്ങോട്ട് വാ. നടക്ക്. മാനസതേ, ഇപ്പൊ ഇങ്ങനെയൊന്നും ബലം പ്രയോഗിക്കരുത്. നടക്ക്. നമ്മുടെ കുഞ്ഞിനാണ്. സാരമില്ല, ഇറങ്ങ്. ഞാൻ നോക്കിയോളാം. എന്റെ മാനസം നിന്റെ മുറിയിലല്ലല്ലോ, പിന്നെ ഞാൻ എവിടെ പോവാനാ? ഇങ്ങോട്ട്. ഇങ്ങോട്ട് വാ. മാനസ പറയുന്ന കേക്കും. ഇറങ്ങിപ്പോ. എന്ത് കഷ്ടം ഇത്. ഇത് എന്താടി ഇത്? ആരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി കാണിക്കുന്നേ? അങ്ങനെ ചോദിക്കാങ്കളെ. അല്ലെങ്കിൽ മാനസ എപ്പോഴും ഇങ്ങനെ തന്നെയാ. മറ്റാരെങ്കിലും കാണുന്നുണ്ടാ അപ്പൊ തുടങ്ങും അഭിനയം. ഇന്നലെ നിനക്ക് ഇത്രയും തൊലിക്കട്ടി ഉണ്ടല്ലോ മോളെ, വിശ്വസിക്കാൻ പറ്റുന്നില്ല. ആണോ? എന്നാലേ ഞാൻ ഇന്ന് സഹിച്ചു. ഇവളും എന്റെ പൊന്നങ്ങളെ എങ്ങനെയെങ്കിലും ഒന്ന് പറഞ്ഞ് മോളെ ഒന്ന് മനസ്സിലാക്ക്. എന്തായാലും അവൾക്ക് ഞാനേ കാണും. ഇതൊക്കെ കാണാനും കേൾക്കാനും അനുഭവിക്കാനും ആണല്ലോ പ്രസീത നമ്മുടെ വിധി. ഓ ഷോ. ഭാനു, ഭാനു, നീ എന്താ കാണിക്കുന്നേ? തൊട്ടു പോവരുത് എന്നെ. ഭാനു, ഒന്ന് നിർത്ത്. എടി, നമ്മൾ തമ്മിലുള്ള എല്ലാ ബന്ധവും ഇവിടെ നിർത്തിക്കോണം. എന്നെക്കാളും വലുത് നിനക്ക് പണമായിരുന്നെന്ന് ഞാൻ അറിഞ്ഞില്ല. നീ എനിക്ക് തന്ന എല്ലാ ഗിഫ്റ്റും ദാ കിടക്കുന്നു. ഭാനു, ഭാനു, നീ സത്യം പറയാതെ ഇങ്ങനൊന്നും പറയരുത്. ഒരിക്കലും നിന്നെ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. വേണ്ട, എനിക്കെല്ലാം മനസ്സിലായി. ഈ മുഖത്തിന് പിന്നില് മറ്റൊരു മുഖം കൂടി ഉണ്ടെന്ന് നീ ബോധ്യപ്പെടുത്തി തന്നതിന് നന്ദി. ഭാനു, വിട്, പോ. ഒരിക്കലും ഒരു പ്രണയത്തിൽ കുടുങ്ങരുതെന്ന് ഞാൻ മനസ്സിൽ കണക്ക് കൂട്ടിയിട്ടാ ഞാൻ ഈ കോളേജിലേക്ക് വന്നത്. മാറ്. നീ എന്റെ കണക്കുകൂട്ടലുകൾ എല്ലാം തെറ്റിച്ചു. എല്ലാരെ പോലെ ഞാനും കണ്ടുപോയി കുറെ സ്വപ്നങ്ങൾ. അതെല്ലാം എന്റെ മനസ്സിൽ നിന്ന് ഇതിനോടൊപ്പം വലിച്ചെറിയ. ഭാനു, പ്ലീസ്. തൊട്ടു പോവരുത് തന്നെ. ഭാനു, നീ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുക. ഒരിക്കലും ഞാൻ നിന്നെ വഞ്ചിക്കാനോ ചതിക്കാനോ നോക്കിയിട്ടില്ല. നീ പറഞ്ഞതുപോലെ ഒന്നും ഞാൻ ഭാവനച്ചോട് സംസാരിച്ചിട്ടില്ല. നമ്മളെ തമ്മിൽ തെറ്റിക്കാൻ വേണ്ടി ഭാവനച്ചി കള്ളം പറയുന്ന